ഇന്ന് ഹെലോ മലയാളത്തിൽ ന്യൂസ് ആംഗിൾ വിശകലനം ചെയ്യുന്ന വാർത്ത നോക്കൂ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നലെ ലോക്സഭയിൽ നമ്മളൊക്കെയും കണ്ടത് ഒരു വലിയ സംഘർഷത്തിനും നാടകീയ സംഭവ വികാസങ്ങൾക്കുമൊക്കെയാണ് ഒരു 1.5 മണിക്കൂറോളം സഭയിൽ സാക്ഷ്യം വഹിച്ചത്. ഇന്ത്യ ചൈന സംഘർഷ വേളയിൽ കേന്ദ്ര സർക്കാർ കൈയൊഴിഞ്ഞു എന്ന മുൻ കരസേനാ മേധാവി എം നരവനയുടെ വെളിപ്പെടുത്തലിൽ ആകെ പ്രതിരോധത്തിലാണ് കേന്ദ്ര സർക്കാർ. രാഹുൽ ഗാന്ധി എം നരവനയുടെ പുസ്തകം ഉയർത്തിയതോടെ കടുത്ത ഭരണ പ്രതിപക്ഷ പോരിനാണ് ലോക്സഭ സാക്ഷ്യം വഹിച്ചത്. പ്രതിരോധ മന്ത്രിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള നേർക്കുനേർ വാക്പോരിന് സഭ സാക്ഷിയാവുകയും ചെയ്തു. ദേശീയ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കാൻ കേന്ദ്ര സർക്കാരിന് താൽപ്പര്യമില്ലെന്നാണ് രാഹുൽ തുറന്നടിച്ചത്. പ്രസിദ്ധീകരിക്കാത്ത പുസ്തകം ആധികാരിക രേഖയല്ല എന്നായിരുന്നു കേന്ദ്രത്തിന്റെ ന്യായവാദം. ഈ വിഷയം ഇന്നും സഭയിൽ ഉയർത്താൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഇതിനെ എങ്ങനെ കേന്ദ്ര സർക്കാർ പ്രതിരോധിക്കും? വ്യക്തമായൊരു മറുപടി നൽകാൻ കേന്ദ്രത്തിനാകുമോ എന്ന വിഷയമാണ് ഇന്ന് ന്യൂസ് ആംഗിൾ പരിശോധിക്കുന്നത്. ഡൽഹിയിൽ നിന്നും തത്സമയം വാർത്തയുടെ വിശകലനങ്ങളുമായി ശരത് ലാൽ ചേരുന്നു. ശരത്ത്, ഗുഡ് മോർണിംഗ്. പറഞ്ഞതുപോലെ ഈ വിഷയം ഇന്നും സഭയിൽ ഉയർത്താൻ തന്നെയാകും. കോൺഗ്രസിന്റെ തീരുമാനം, ഇന്ത്യ മുന്നണിയുടെ തീരുമാനം, രാഹുൽ ഗാന്ധിയുടെ തീരുമാനം, തുടർ ചർച്ചകളൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇതിൽ ഇന്നലെ ദേശീയ സുരക്ഷയെക്കുറിച്ച് പറഞ്ഞ ഘട്ടത്തിൽ ഈ കേന്ദ്രമന്ത്രിമാർ ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് പ്രതിരോധിക്കുന്നത് നമ്മൾ കണ്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൗനത്തിൽ തുടർന്നപ്പോഴും കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ്, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആകട്ടെ പ്രധാനമന്ത്രിയുടെയൊക്കെ പേരെടുത്താണല്ലോ വിമർശിച്ചിട്ടുള്ളത് എം നരവനയുടെ പുസ്തകത്തിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ ഒക്കെ. പക്ഷേ രാജ്നാഥ് സിംഗ് പറഞ്ഞു തുടങ്ങിയതിന് പിന്നാലെ അമിത്ഷായി അടക്കം നേതാക്കളൊക്കെ എഴുന്നേറ്റ് നിന്ന് രൂക്ഷമായി പ്രതികരിക്കുകയും ഈ കാര്യങ്ങളൊക്കെ പറയുകയും ഒക്കെയും ചെയ്തു. ഈ പ്രസിദ്ധീകരിക്കാത്തൊരു പുസ്തകമാണ് അത്, സഭയിൽ കൊണ്ടുവരുന്ന ചട്ടലംഘനമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ അപ്പോഴത്തെയും ഇപ്പോഴത്തെയും വാദം. ഈ വാദം എത്ര കണ്ട് നിലനിൽക്കും? ഇന്ന് സഭയിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങൾ പ്രതീക്ഷിക്കണം? ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്, വളരെ സെൻസിറ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഈ വിഷയത്തെ എങ്ങനെ പ്രതിരോധിക്കാനാകും കേന്ദ്ര സർക്കാരിന്റെ നീക്കം? ശരത്. ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇന്നലത്തെ രാഹുൽ ഗാന്ധിയുടെ സർജിക്കൽ സ്ട്രൈക്ക് അത് ബി ജെ പിയെ ഞെട്ടിച്ചിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതുതന്നെയാണ് ഇന്ന് പാർലമെന്റ് പാർട്ടി യോഗം ബി ജെ പി വിളിച്ചു ചേർത്തിരിക്കുന്നത്. അത് രാജ്യസഭയിലെയും ലോക്സഭയിലെയും എം പിമാരുടെ യോഗമാണ് ഇന്ന് വിളിച്ചിരിക്കുന്നത്. 9:30 പാർലമെന്റ് അനക്സിലാണ് യോഗം നടക്കുന്നത്. പ്രധാനമന്ത്രി അമിത്ഷാ, രാജ്നാഥ് സിംഗ് എന്നിവരൊക്കെ തന്നെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാ എം പിമാരോടും യോഗത്തിൽ പങ്കെടുക്കണമെന്ന് കർക്കശമായ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. പാർലമെന്റിൽ വെച്ചു തന്നെ ബി ജെ പി ഇതിനെ പ്രതിരോധിക്കുക എന്ന നയമാണ് സ്വീകരിക്കുന്നത്. ഇതിൽ തന്നെ രാജ്നാഥ് സിംഗ് ഇന്ന് ബി ജെ പി എം പിമാരുടെ യോഗത്തിൽ ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകും. കാരണം പുസ്തകം പ്രസിദ്ധീകരിച്ചില്ല. ഒരു ആർമി തലവന് പുസ്തകം പ്രസിദ്ധീകരിക്കാൻ സർവീസ് കഴിഞ്ഞ് ഇത്ര ഒരു കാലാവധിയുണ്ട്. അതിനുശേഷം മാത്രമേ ആർമി തലവനെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ആ പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തിന് പേരിൽ നടക്കുന്ന കോലാഹലങ്ങളെക്കുറിച്ച് ഏത് രീതിയിൽ പ്രതികരിക്കണം എന്നത് അക്കമിട്ട് തന്നെ ബി ജെ പി ഇപ്പോൾ പ്രതിരോധ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിനു മുമ്പ് ആർമി ചീഫ് നരവണയുടെ വീഡിയോകളും അദ്ദേഹം പ്രതികരിച്ച ചൈനീസ് ലഡാക്കിലുണ്ടായ കയ്യേറ്റത്തെക്കുറിച്ച് അദ്ദേഹം തന്നെ പ്രതികരിച്ച വീഡിയോകളും അടക്കം ഇപ്പോൾ ബി ജെ പി അത് പുറത്തേക്ക് വിടുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അതുപോലെ തന്നെ സഭയിൽ അക്കമിട്ട് തന്നെ ഇക്കാര്യങ്ങൾ പ്രതിരോധിക്കുക. ഇത് രാജ്യസുരക്ഷ ആയതിനാൽ ഈ കൂടുതൽ കാര്യങ്ങളിലേക്ക് രാഷ്ട്രീയപരമായിട്ട് തന്നെ രാഹുൽ ഗാന്ധിയെ നേരിടുക എന്ന ഒരു ലക്ഷ്യമാണ് ബി ജെ പി ഉള്ളത്. ഏതായാലും ബി ജെ പി വളരെ ശക്തമായി തന്നെ സേതുലക്ഷ്മി സൂചിപ്പിച്ച പോലെ പ്രതിരോധത്തിലായിട്ടുണ്ട്. അതിനെ അതേ രീതിയിൽ തന്നെ തിരിച്ചടിക്കാനുള്ള ഒരു പദ്ധതിയാണ് ബി ജെ പി ഇന്ന് പാർലമെന്റിന് വേണ്ടി ഇരുസഭകൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത്. ഇരുസഭകളും ഈ വിഷയം കത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഭരണപക്ഷത്തിന്റെ പ്രധാന അജണ്ട കൂടുതൽ കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു ഉണ്ടാക്കുന്നു എന്ന രാഷ്ട്രീയപരമായിട്ടൊരു നിലപാടായിരിക്കും ബി ജെ പി ഇന്ന് സഭയിൽ സ്വീകരിക്കുക. സേതുലക്ഷ്മി. ഓക്കെ ശരത്ത്, ശരി. അപ്പോൾ നോക്കാം ഇന്നിപ്പോൾ എന്താവും ഈ വിഷയത്തിൽ സഭയിൽ നടക്കുക എന്നുള്ളത്. കാരണം ഇന്നലെ ഇപ്പം ശരത്ത് പറഞ്ഞതുപോലെ തന്നെ അപ്രതീക്ഷിതമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു നീക്കം, ഈ പുസ്തകത്തിന്റെ പ്രസക്ത ഭാഗങ്ങളൊക്കെ വായിച്ചുകൊണ്ടുള്ള നീക്കം. അപ്പോൾ ഇന്നലെ കേന്ദ്ര സർക്കാർ ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല. പക്ഷേ ഇന്ന് എല്ലാവരും പ്രിപ്പയർഡ് ആയിട്ടായിരിക്കും വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ഇത് എങ്ങനെയാകും ഇന്ന് സഭയിൽ നടക്കുക, ചർച്ചകളൊക്കെ മുന്നോട്ട് പോകുക എന്ന് കാത്തിരുന്നറിയാം.